നമസ്കാരം. വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയിലുണ്ടായ വൻ മണ്ണിടിച്ചിലിൽ ദുരന്തത്തെ തുടർന്ന് കള്ളാടിയിലെ ദുരന്ത മേഖലയിൽ രാത്രി വൈകിയും അതിശക്തമായ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. കനത്ത മൺകൂനകൾക്കടിയിൽ ഇനിയും 5 പേരെ കണ്ടെത്താനുണ്ടെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇവർക്കുവേണ്ടിയുള്ള അതിതീവ്രമായ തിരച്ചിലാണ് ഇപ്പോൾ ദുരന്ത ഭൂമിയിൽ നടക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ മന്ത്രിമാരായ ടി സിദ്ദിഖും AP അനിൽകുമാറും ദുരന്ത സ്ഥലത്ത് നേരിട്ടെത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിന്റെ സുപ്രധാനമായ ഏകോപനം പൂർണ്ണമായും ഈ മന്ത്രിമാരുടെ നേരിട്ടുള്ള നേതൃത്വത്തിലാണ് പുരോഗമിക്കുന്നത്. ഹിറ്റാച്ചി, JCB ഉൾപ്പെടെയുള്ള വൻകിട യന്ത്രങ്ങൾ ഉപയോഗിച്ച് മീനാക്ഷി പാലത്തിന്റെ മുകൾ ഭാഗത്ത് മണ്ണിടിഞ്ഞ വലിയ പ്രദേശത്തെ മണ്ണും അവശിഷ്ടങ്ങളും അതിവേഗം നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ദുരന്ത സമയത്ത് ആരെങ്കിലും ഇതിനകത്ത് അകപ്പെട്ടിട്ടുണ്ടോ എന്ന് കൃത്യമായി പരിശോധിക്കുന്നതിനായി അത്യാധുനിക സ്പോട്ട് ലൊക്കേഷൻ ക്യാമറകളും നിലവിൽ സംഭവസ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട്. മണ്ണിനടിയിൽ ചെറിയ ചലനങ്ങൾ ഉണ്ടെങ്കിൽ പോലും കൃത്യമായി കണ്ടെത്താൻ സഹായിക്കുന്നവയാണ് ഈ അത്യാധുനിക ക്യാമറകൾ. ഇതിനു പുറമെ പോലീസിന്റെ പ്രത്യേക പരിശീലനം ലഭിച്ച 2 സ്നിഫർ ഡോഗുകളും തെരച്ചിലിനായി ദുരന്ത ഭൂമിയിലുണ്ട്. പ്രതികൂല കാലാവസ്ഥയിലും രാത്രിയിലും തിരച്ചിൽ ഒട്ടും തടസ്സമില്ലാതെ തുടരാനും ആവശ്യമായ വലിയ ഫ്ലഡ് ലൈറ്റുകൾ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും പ്രദേശത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. 70ഓളം പേർ അടങ്ങുന്ന ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 2 ശക്തമായ സംഘങ്ങളാണിപ്പോൾ മണ്ണുമാറ്റൽ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരടക്കം വലിയൊരു സംഘം ഇപ്പോഴും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയാണ്. ഈ ദാരുണ ദുരന്തത്തിൽ നിലവിൽ 3 പേരുടെ മരണം ആണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. മരണപ്പെട്ട 3 പേരും അതിഥി തൊഴിലാളികളാണ്. ഇവരുടെ ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടവും പൂർത്തിയായതായി ആരോഗ്യമന്ത്രി K മുരളീധരൻ ഔദ്യോഗികമായി അറിയിച്ചു. മണ്ണിനടിയിൽ നിന്ന് ലഭിച്ച ഈ 3 പുരുഷന്മാരുടെ മൃതദേഹങ്ങളുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ വൈത്തിരി താലൂക്ക് ആശുപത്രിയിലാണ് നടന്നത്. ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ നിന്നും പ്രത്യേക പോലീസ് സർജനെ അടിയന്തരമായി വൈത്തിരിയിലേക്ക് എത്തിച്ചാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ വളരെ വേഗത്തിലാക്കിയതെന്ന് ആരോഗ്യമന്ത്രി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം അപകടത്തിൽപ്പെട്ട ആകെ 18 പേരിൽ 9 പേരെ പരിക്കുകളോടെ രക്ഷപ്പെടുത്തി. മേപ്പാടി വിംസ് ആശുപത്രിയിൽ ഇവരെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും രക്ഷാപ്രവർത്തനത്തിനിടെ പരിക്കേറ്റ മേപ്പാടി SI സന്തോഷ് കുമാറും നിലവിൽ വിംസ് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സയിലാണ്. നിലവിൽ 5 മുതൽ 7 വരെ ആളുകളെ കാണാതായതായാണ് ആദ്യഘട്ടത്തിൽ വിവരമുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ 5 പേർക്കുള്ള തെരച്ചിലിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കള്ളാടി മീനാക്ഷി പാലത്തിന് മുകളിലുള്ള വലിയ മലയിടിഞ്ഞ് 10 കണക്കിന് മണ്ണും വലിയ കോൺക്രീറ്റ് ഭിത്തിയും തകർന്ന് റോഡിലേക്കും താഴെയുള്ള പുഴയിലേക്കും ഒരുപോലെ കുതിച്ചെത്തുകയായിരുന്നു. പ്രദേശത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 265 മില്ലിമീറ്റർ അതിതീവ്ര മഴയാണ് ഔദ്യോഗികമായി രേഖപ്പെടുത്തിയത്. കനത്ത മഴയെ തുടർന്ന് അപകട സാധ്യത മുന്നിൽ കണ്ട് ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ സുരക്ഷ മുൻനിർത്തി നിർമ്മാണ ജോലികൾ നിർത്തിവെക്കാൻ കർശനമായി ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു ഭാഗ്യം പോലെ അപകട സമയത്ത് അവിടെ നിർമ്മാണ ജോലികൾ നടക്കുന്നുണ്ടായിരുന്നില്ല. എങ്കിലും പദ്ധതി പ്രദേശത്ത് സുരക്ഷാ ചുമതലയിൽ ഉണ്ടായിരുന്ന ജീവനക്കാർ, മേൽനോട്ട ചുമതലയുള്ളവർ, അവിടെ ക്യാമ്പ് ചെയ്തിരുന്ന തൊഴിലാളികൾ എന്നിവരാണ് പെട്ടെന്നുണ്ടായ ഈ വൻ മണ്ണിടിച്ചിലിൽ പെട്ടുപോയത്. മണ്ണിടിച്ചിലിന്റെ ആഘാതത്തിൽ മേപ്പാടി ചൂരൽമല റോഡിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുകയും പ്രദേശത്തെ ബസ് സ്റ്റോപ്പും നിരവധി സാധാരണക്കാരുടെ വീടുകളും പൂർണ്ണമായും തകരുകയും ചെയ്തു. പാലത്തിൽ വലിയ തോതിൽ അടിഞ്ഞുകൂടിയ ചെളിയും മണ്ണും പൂർണ്ണമായും നീക്കം ചെയ്ത ശേഷം പാലത്തിന്റെ ഘടനാപരമായ സുരക്ഷ കൃത്യമായി പരിശോധിച്ചുറപ്പാക്കാൻ പൊതുമരാമത്ത് വകുപ്പിന് ജില്ലാ ഭരണകൂടം കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്.